ബഹ്റിനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനന രജിസ്ട്രേഷൻ കൃത്യസമയത്ത് നടത്താത്തത് വലിയ ബുദ്ധിമുട്ടുകളാണ് പിന്നീട് ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലാണ് ഇങ്ങനെയുള്ള ഒരു പ്രവണത ആളുകളിൽ വളരെയധികം കണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ആ ഇനീഷ്യലി അടക്കേണ്ട ആ പേയ്മെന്റിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് ആകട്ടെ എന്ന് കരുതി മാറ്റി വെക്കുന്നത് കൊണ്ടോ ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തത് കൊണ്ടോ ഒക്കെ ആളുകൾ ഇതിനൊരു ഉത്സാഹം കാണിക്കുന്നില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. പിന്നീട് ഇത് പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഒടുവിലായിരിക്കും പ്രവാസി ലീഗൽ സെല്ല് പോലുള്ള സന്നദ്ധ സംഘടനകളുടെ അടുത്തെത്തുക. അപ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാകും. കുഞ്ഞുമായുള്ള യാത്രയ്ക്കും പിന്നീടുള്ള പല കാര്യങ്ങൾക്കും ഒക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഉന്നത അതോറിറ്റീസ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിലെ നിയമം അനുസരിച്ച് ബഹ്റൈനിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ പ്രവാസികളായ മാതാപിതാക്കൾ 15 ദിവസത്തിനകം കുഞ്ഞിന്റെ ജനന രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം സ്പെഷ്യൽ ഡിലേ കമ്മിറ്റിയെ സമീപിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോടതി വഴി മാത്രമേ പിന്നീട് വൈകുന്തോറും നമുക്ക് ഈ ജനന രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാലതാമസം മാത്രമല്ല, അതിന് വരുന്ന ചെലവും വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. ആ കുഞ്ഞ് ജനിച്ച 15 ദിവസത്തിനുള്ളിൽ തന്നെ ജനന രജിസ്ട്രേഷൻ നടത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു നിയമസഹായം ആവശ്യമാണെങ്കിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഒഫീഷ്യൽ ഇമെയിൽ വിലാസമായ പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ@gmail.com എന്നുള്ള വിലാസത്തിൽ ബന്ധപ്പെടുക.